ഇന്നലെ ഇവർ രണ്ടുപേരും കൂടെ വെണ്ടാറ്റൊരു പന്തലാണ് പോയായിരുന്നു. പോയിട്ട് ഈ കക്ഷി പ്രതി എന്ന് പറഞ്ഞ കക്ഷി മേശിരി പണിക്ക് പോന്നെയാ. ഇവരിവിടെ പുത്തു പോയി കുപ്പിയെല്ലാം മേടിച്ച് ഈ പ്രതിയുടെ വീട്ടിൽ കഴിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പം പ്രതിയെ എന്തോ കളിയാക്കിയെന്നും പറഞ്ഞ് ഈ കക്ഷി ബഹളം ഉണ്ടാക്കി, ഉന്തും തൊല്ലും ഉണ്ടായി അവിടെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കൊണ്ട് രണ്ടുകൂടെ കോട്ടായി പ്രശ്നങ്ങളായ സമയത്ത് തൊട്ടപ്പുറത്ത് കോടാലി ഉണ്ടായിരുന്നു. ഈ കോടാലി എടുത്ത് ഈ മരിച്ച കക്ഷിയുടെ ബാക്ക് ഒറ്റയടി. കക്ഷി മരിച്ചില്ല അന്നേരം. രണ്ടാമതും വീണ്ടും ഇവിടെ എല്ലാം കുത്തിയങ്ങ്. അപ്പോൾ കക്ഷി മരിച്ചെന്ന് ഉറപ്പായതിനു ശേഷം ഈ കക്ഷി അവിടുന്ന് കുറച്ച് ഇലയും കുറച്ച് ചുവന്ന പൂവും എടുത്തെറിഞ്ഞിട്ട് നേരെ പെങ്ങടെ വീട്ടിൽ പോയി. പെങ്ങടെ ഇവിടെ നിന്ന് വെച്ചാൽ വയലിക്കട ഭാഗമാണ്. പൂവും ചുവന്ന ഇലയും ചുവന്ന പൂ കൂടെ ഈ മരിച്ച ദേഹത്ത് ഇട്ടിട്ട് ഇവിടുന്ന് പോയി. പോയെന്ന് വെച്ചാൽ വയലിക്കട ഭാഗത്താണ് പോയത്. വയലിക്കട ഭാഗത്ത് എൻ്റെ പെങ്ങടെ വീടുണ്ട്. അവിടെ ചെന്നുകൊണ്ട് പോലീസ് അറിയാൻ വെച്ച്, സാറേ എന്നെ കൊന്നെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാർ പറഞ്ഞു, നീ അവിടെ നിൽക്കടാ, ഞങ്ങൾ വരുന്നത്, നിന്നെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രതിയെ ചെന്ന് പിടിച്ച് നേരെ ഈ വീട്ടിൽ കൊണ്ടുവന്ന്, ജീപ്പിനകത്ത് കൊണ്ടുവന്ന്. അന്നേരം അവിടെ നിൽപ്പുണ്ട്. കണ്ട് എവിടെയാണെന്ന് വെച്ച് ഇതാന്ന് പറഞ്ഞു. അങ്ങനെ കക്ഷിയെ പിന്നെ പോലീസുകാർ തിരിച്ചു വീണ്ടും സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഞാൻ ഒരു 2-1:30 മണിയാ കാണുക. എന്റെ കൂട്ടുകാരൻ വിളിച്ചായിരുന്നു. ഞാൻ എന്റെ കൂട്ടുകാരൻ വിളിച്ചു, പത്തനംതിട്ട നിങ്ങളുടെ ഒരു സ്റ്റാഫിന് ഒരു വെട്ടിക്കൊന്ന് ഇട്ടേക്കുന്നെന്ന് പറഞ്ഞു. എന്റെ കൂടെ വരുന്ന ജോലിക്കാരനായിരുന്നു. വീണ്ടും മലയാളം എന്റെ ജോലി പന്തലിന്റെ ഇതാ. അങ്ങനെ കൂട്ടുകാരൻ വിളിച്ച് നീ ബൈക്ക് കൊണ്ട് വീട്ടിലിട്ട് വാ, എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ കൂട്ടുകാരൻ വീട്ടിൽ വന്ന് എന്നെ ബൈക്കിനെടുത്ത് ഇവിടെ കൊണ്ടുവന്നു. 1 മണിക്കൂറോളം ഞാൻ അവിടെ നിന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പം എല്ലാ പോലീസ് ജീപ്പൊക്കെ ഒരു 4-5 ജീപ്പ് അതേപോലെ നടക്കുക. മൊത്തം രക്തം ഒലിപ്പിച്ച് കൈ സ്ക്രാച്ച് ഉണ്ട് അവന്റെ. ഒരു എന്തോ ഞരമ്പ് മുറിച്ചാന്നൊക്കെ പറയുന്നത്. എന്തോ കോടാലി ഉണ്ട്. അപ്പൊ ഈ കക്ഷി വീണ്ടും പ്രതിയെ കൊണ്ടുവന്നായിരുന്നു. പ്രതിയെ കൊണ്ടുവന്നിട്ട് പിന്നെ പോലീസുകാർ തിരിച്ച് വീണ്ടും സ്റ്റേഷനിൽ കൊണ്ടുപോയി. അപ്പൊ നമ്മളൊരു സഹകരണം വെച്ചും എന്റെ കൂടെ ഒത്തിരി ജോലി ചെയ്ത് തന്നിട്ടുള്ള നമുക്ക്. ഈ പ്രതിയുടെ വീട്ടിലാണോ പ്രതിയുടെ വീട്ടിലപ്പോ ഈ കക്ഷി കിടക്കുന്നത് തന്നെ തൊട്ടപ്പുറപ്പുറ വീട്. ഇവര് വെള്ളം അടിക്കാനുള്ള കക്ഷി ഇവൻ മാത്രമേ ഉള്ളൂ. അവനും ഉള്ളൂ. രണ്ടുപേരും ഫാമിലി ഇല്ല. രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടില്ല. ഫാമിലി എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ഇല്ല. പിന്നെ ഇവര് തമ്മിൽ വെള്ളം അടിച്ച് സംസാരം ഉണ്ടായി. മറ്റേയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കളിയാക്കിയെന്നാ പോലീസുകാരൊക്കെ പറഞ്ഞേക്കുന്നത്. ഈ കക്ഷിയെ കളിയാക്കിയെന്ന് പോലും. ഏതാ പ്രതിയെ കളിയാക്കി മരിച്ച കക്ഷി അതിനാ കൊന്നത്. പിന്നെ ഈ പ്രതി എന്ന് പറഞ്ഞ കക്ഷിക്ക് ബോധമില്ലാതെ സുനിൽ അരീക്കെ ഭാവം എന്ന് പറയാൻ അവിടുന്ന് വീടൊക്കെ വിട്ടിട്ട് ഇവിടെ വന്ന് മേടിച്ചത്. ഇപ്പൊ അല്ല, ഒരാളെ എന്റെ പണിക്കാരുള്ളൂ. ഈ മരിച്ച കക്ഷി എന്റെ പണിക്കാരുള്ളൂ. അയാൾ മേശ പണിക്ക് വന്നതാ. അയാളുടെ പേരെന്തോ മരിച്ച ആളുടെ? പക്രു എന്ന് അറിയപ്പെടുന്നത്. കൃത്യ പേര് എനിക്ക് അറിയത്തില്ല. പക്രു ഞങ്ങളെല്ലാം വിളിക്കുന്നത്. നല്ല നീറ്റ് കക്ഷിയായിരുന്നു. എല്ലാം ജോലിയും ചെയ്യും. നല്ല സ്വഭാവം, ഇത്ര ഒരു സ്വഭാവമില്ല. നല്ല കക്ഷിയായിരുന്നു.